നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായതോടെ സർക്കാരിന്റെ ഇടപെടലുകളിൽ CPM വീണ്ടും തിരുത്തൽ വരുത്തിയേക്കും. ക്ഷേമ പെൻഷൻ അടക്കമുള്ളവയിൽ മുൻഗണന തീരുമാനിച്ച് മുന്നോട്ടു പോകാനുള്ള ആലോചന പാർട്ടി തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പരസ്യമായി പറയുമ്പോഴും പാർട്ടി നേതൃയോഗങ്ങളിലേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ ഭരണവും ഇഴകീറി പരിശോധിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായതോടെയാണ് സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ CPM മാറ്റം വരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം വിതരണം ചെയ്തു വരുന്നത്. എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനും CPMനും മുന്നിൽ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നുണ്ട്. സർക്കാരിന്റെയും CPMന്റെയും തിരുത്തൽ പ്രക്രിയ ജനങ്ങൾ ഏറ്റെടുത്തില്ലയോ, അതോ തിരുത്തൽ പ്രക്രിയ വേണ്ട വിധം പ്രാബല്യത്തിൽ വന്നില്ലയോ? എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇടകീറി പരിശോധിക്കും. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് നേതാക്കൾ പറയുമ്പോഴും അത് അങ്ങനെയല്ലെന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. UDFിൽ നിന്നും LDFിൽ നിന്നും അൻവർ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും LDFിൽ നിന്ന് പോയ വോട്ടുകൾ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ ഭാഗമാണ്. LDF നേട്ടം പ്രതീക്ഷിച്ച പോത്തുകൽ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിൽ കാര്യമായ വോട്ട് നേടാൻ കഴിയാതിരുന്നത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി കണക്കാക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും മുൻഗണനാക്രമത്തിലും വീണ്ടും മാറ്റം വരുത്താൻ CPM നേതൃത്വം തീരുമാനമെടുത്തേക്കും. ക്ഷേമ പെൻഷൻ വർധനവടക്കമുള്ള കാര്യങ്ങൾ CPMന്റെ പരിഗണനയിലേക്ക് ഉടൻ വരും എന്നാണ് സൂചന. ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങളൊന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കില്ല. മീഡിയ 1 തിരുവനന്തപുരം.